ബൈബിളിലെ വെളിച്ചത്തിൽ നമ്മൾ ആരാണ്? നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും അവന്റെ മഹത്വത്തിനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും മനസ്സിലാക്കുക. നമ്മുടെ നേട്ടങ്ങളിലോ പരാജയങ്ങളിലോ അല്ല, ക്രിസ്തുവിലൂടെയുള്ള ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിലാണ് നമ്മുടെ വ്യക്തിത്വം സുരക്ഷിതമായിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിത്വം സ്വീകരിക്കുക, നിങ്ങളുടെ സ്വയത്വം സ്വീകരിക്കുക. ലോകത്തിന്റെ തെറ്റായ ലേവലുകളും നുണകളും നിരസിക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട വഴിയിലായി ജീവിക്കുക. അവന്റെ ഛായയിൽ സൃഷ്ടിച്ച് അവന്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ മഹത്വത്തിനായി നിയമിക്കപ്പെട്ടവരായി ജീവിക്കുക. നിങ്ങൾ ആരാണെന്ന് ആലോചിച്ചു. ആ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യത പിന്നല്ല വാക്യം പറയാലോ. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ഇവർക്കും അവൻ എന്തിലേക്ക് കണക്ട് ചെയ്യുന്നു, എവിടേക്കാണ് എത്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കേ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ജീവിതമാണെങ്കിൽ ആ പുതിയ ജീവിതത്തിലെ ദൈവമക്കളാകുന്നു അവിടെ എഴുതണം. എന്നതുപോലെ തന്നെ ഓരോ വാക്യങ്ങളിലൂടെ കടന്നു നോക്കി കുഞ്ഞു പിള്ളേരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളുടെ നിയമങ്ങളെ മാക്സിമം എല്ലാവരും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. ആലോചനയിലൊക്കെ വാക്യങ്ങൾ അങ്ങനെയാണ് നമ്മളെ ചെറുതും വലുതും. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്താലും നിങ്ങൾ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവനാമം മഹത്വപ്പെടണം. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അടുത്തതായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്തിനാണ് ആയിരിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്തിനായിരിക്കുന്നു എന്നുള്ള ആ ലക്ഷ്യം, ആ ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി, മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി, ദൈവവുമായി ചേർന്ന് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി, പരമമായ ദൈവത്തിന്റെ ഉദ്ദേശത്തെ കണ്ടെത്തുവാൻ വേണ്ടി, അവസാനമായി കണ്ടത് ഒരു നിത്യ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് നീക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളിവിടെ ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവം വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. എലിയാവ് ചെയ്തതിന്റെ ബാക്കി ശുശ്രൂഷ ചെയ്യാം. നിന്നും നാം എന്ത് പ്രാപിക്കണം? യഥാർത്ഥത്തിലുള്ള മാർഗനിർദ്ദേശം നാം പ്രാപിക്കണം. നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? നമ്മള് പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ആരാധന കൊടുക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, യൂത്തിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, ശരിയാ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എവിടേക്കാണ് പോകുന്നത്? ആ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടുന്ന ആ ഒരു ഞങ്ങളവരെ അനുഗ്രഹിക്കുകയാണ്. ദേശത്തിന്, ദൈവസഭയ്ക്ക്, ഞങ്ങളുടെ രാജ്യത്തിന് എല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഭാവിയുടെ താരങ്ങളായി ദൈവം അവരെ ഉപയോഗിക്കണമേ. ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി തീരട്ടെ. അവരുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കണമേ. അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു.
ഈ മീറ്റിംഗ് ഇടിയുവാൻ അവിടുത്തെ അഭിഷിക്തന്മാർ ഉപയോഗിച്ചതിനായി സ്തോത്രം. സകല മഹത്വം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ. പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകണം. ക്ലാസ് എടുത്ത് അങ്ങയുടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തണം. കടന്നു വന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും